ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന കൂടി വരുന്നുണ്ട്. അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞതായി വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US ഇസ്രയേൽ സഖ്യത്തിന് വിജയം നേടാൻ കഴിയില്ല, യുദ്ധം തുടർന്നാൽ അവർക്കൊന്നും നേടാൻ കഴിയില്ല. കഴിഞ്ഞ തവണ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് ഇറാൻ കീഴടങ്ങുകയല്ല ചെയ്തത്, അമേരിക്ക വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. തങ്ങൾ കീഴടങ്ങില്ല, തങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല അമേരിക്കയ്ക്കും ഒപ്പം ഇസ്രയേലിനുമെന്ന് ഇറാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ജികെയിലേക്ക് എത്താം. ഗൾഫ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ അംബാസിഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. ഇറാൻ നടത്തിയത് ധിക്കാരപരമായ ആക്രമണമെന്നാണ് സൗദിയുടെ പ്രതികരണം. ഇത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു സൗദി ഇപ്പോൾ? ഉന്മേഷ്, ഗൾഫിൽ ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ് പ്രധാനമായും ഇന്ന് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അതിൽ 400ഓളം മിസൈലുകളും 1000ഓളം ഡ്രോണുകളും അവർ ഉപയോഗിച്ചു. ഇതിൽ പകുതിയും UAEക്ക് നേരെയാണ് എന്നാണ് റിപ്പോർട്ട്. ഈ സമയത്താണ് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി അലി റസ ഇനായത്തിനെ വിളിച്ചു വരുത്തി ഈ മേഖലയിലെ ഇറാൻ ആക്രമണങ്ങളിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്ന നടപടികൾ മേഖലയുടെ സുരക്ഷയെ ബാധിക്കും, സ്ഥിരതയെ ബാധിക്കും, അത് സുരക്ഷയെ തകർക്കും എന്നൊക്കെ സൗദി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും അതിർത്തികൾ സംരക്ഷിക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സൗദി അറേബ്യ സ്വീകരിക്കുമെന്നും ഇറാനെ സൗദി അറിയിച്ചു. ഒമാനെതിരെ ഇന്നാണ് ആക്രമണം ഉണ്ടായത്, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒമാനെതിരെ ഉണ്ടായ ഇറാന്റെ ആക്രമണത്തെയും സൗദി വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുകയുണ്ടായി എന്ന് ഒമാന് ശക്തമായ പിന്തുണ സൗദി നൽകിയിട്ടുണ്ട്. ഒമാൻ ഓയിൽ ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി ഒമാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാന്റെ പരമാധികാരത്തിന് മേലുള്ള ഇറാന്റെ കടന്നുകയറ്റത്തെ ക്രൂരമായ ആക്രമണം എന്നാണ് സൗദി അറേബ്യ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടും നടപടികളും സ്വീകരിക്കണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലെയാണ് സൗദിക്കെതിരെ ആക്രമണം ഉണ്ടായത്. റിയാദിനെതിരെയും കിഴക്ക് പ്രവിശ്യക്കെതിരെയുമായിരുന്നു ആ ആക്രമണം. അതിനുശേഷം സൗദിക്കെതിരെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. സൗദിയിൽ എല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിലാണ്, ജനജീവിതം സാധാരണ രീതിയിലാണ്. വിമാനത്താവളങ്ങളും സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും എല്ലാം സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന് ഈ സൗദിയിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ CBSE പരീക്ഷകളൊക്കെ 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെയാണെന്ന് നടക്കേണ്ടിയിരുന്നത്. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് CBSE അറിയിച്ചിരിക്കുന്നത്. മേഖലയിലെ വിമാന സർവീസുകൾ പലതും താളം തെറ്റി. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, ഇസ്രായേൽ, ബഹ്റൈൻ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമപാതകളിലൂടെ വിമാനങ്ങൾ പറക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ 2300-ലേറെ വിമാന സർവീസുകളാണ് ഇതിനിടെ റദ്ദാക്കിയത്. ഇത് ഉംറ തീർത്ഥാടകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. റംലാൻ മാസമാണ്. റംലാനിൽ ഉംറ തീർത്ഥാടകരുടെ ഒഴുക്കാണ് സൗദി അറേബ്യയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ. ഉംറ തീർത്ഥാടകരെ കാര്യമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗദിയിലുള്ള ഉംറ തീർത്ഥാടകർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പല മറ്റുള്ള രാജ്യങ്ങളിലെ ഈ വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണം മൂലം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇവർക്ക് എല്ലാ സംരക്ഷണവും സൗദി അറേബ്യ നൽകും. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് താമസവും ഭക്ഷണവും എല്ലാ സംരക്ഷണവും നൽകണമെന്ന് സൗദി രാജാവും കിരീടാവകാശിയും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് വിമാനങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ ഒക്കെ ഈ ഇത്തിഹാദ്, ഖത്തർ എയർവേസ്, ഗൾഫ് എയർ, കുവൈത്ത് എയർവേസ് ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ ഈ പാർക്കിംഗ് ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ വിമാന കമ്പനികൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ട്. അതിന് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ഇന്ന് പറയാനുള്ളത്, ഇന്ന് രാത്രി GCC വിദേശകാര്യമന്ത്രിമാരുടെ ഒരു അടിയന്തര യോഗം ഇന്ന് ഈ വിഷയത്തിൽ ചേരുന്നുണ്ട്. ഓൺലൈനായി, വിർച്വലായിട്ടാണ് ഈ യോഗം ചേരുക. ഏതായാലും ഗൾഫിൽ നയതന്ത്ര ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും
തലവന്മാരോട് ഈ വിഷയം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സൗദി കിരീടാവകാശിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. സൗദി അറേബ്യക്ക് പൂർണ്ണ പിന്തുണ സൗദിയോടൊപ്പം ഉണ്ട് എന്ന് അറിയിച്ചു. സൗദിക്ക് പൂർണ്ണ പിന്തുണ ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്നു എന്നതാണ് പ്രത്യേകത. ഏതായാലും എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ ശക്തമായ രീതിയിൽ ആണ് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ജലീൽ, ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇറാൻ തന്നെ വ്യക്തത വരുത്തുന്നുണ്ടല്ലോ. അയൽ രാജ്യങ്ങൾക്കെതിരെയല്ല തങ്ങളുടെ യുദ്ധം, മറിച്ച് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ്. ആ ഭൂമി എന്ന് പറയുന്നത് അമേരിക്കൻ ഭൂമിയാണ്, അവിടേക്കാണ് തങ്ങളുടെ ആക്രമണം, അവിടമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ UAE-യിൽ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ബഹ്റൈനിൽ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു, കുവൈറ്റിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സൂചനകൾ ലഭ്യമാകുന്നു. ഈ സൗദിയിൽ നിലവിലെ സ്ഥിതി എന്താണ്? സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ, സൗദി അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജലീൽ? ഉന്മേഷ്, സൗദി അറേബ്യയിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിൽ സൈനിക താവളങ്ങൾ ഇല്ല. എന്നാൽ സൗദിയുടെ സൈനിക താവളങ്ങളാണ് അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായും റിയാദ് മേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലും ഒക്കെ ആണ് ഉള്ളത്. ഇതിന് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇത് സാധാരണ ഏതൊക്കെ ഭാഗത്താണ് ഈ മിസൈൽ പതിച്ചത്, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഗൾഫ് മേഖലയിൽ മൊത്തത്തിൽ ഇത് സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്. ഇത് ഈ ഇറാന്റെ സൈനിക താവളങ്ങളെ മാത്രമല്ല എന്നതാണ് വസ്തുത. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം 2000-3000 അമേരിക്കൻ സൈനികർ സൗദിയിലുണ്ട്. ഇവർക്ക് നേരെ മാത്രമല്ല ഈ ആക്രമണം നടക്കുന്നത്. എന്തായാലും പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും ഗൾഫ് മേഖലയിലെ ഈ ആക്രമണങ്ങളിൽ ഭീതിയിലാണ്, ആശങ്ക അവർക്കുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്, കാര്യമായ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ജലീൽ കണ്ണമംഗലമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.